മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന. മാനാഞ്ചിറയുടെ തിരുവോരങ്ങളിലൂടെ ആദ്യമായിട്ടാണ് പാട്ടുപാടിയൊരു നടത്തം. മാനാഞ്ചിറയിലെ ഓരോ പുൽനാമ്പുകൾക്കും 1 മണിക്കൂർ നേരം സംഗീത വിരുന്ന് തന്നെയായിരുന്നു. എറണാകുളത്ത് നിന്ന് ഗോഡ്ലി ആദ്യമായിട്ടാണ് കോഴിക്കോട് എത്തുന്നത്. അതിന്റെ സന്തോഷവുമുണ്ട്. ഗോഡ്ലി പൊതുവെ ശാന്തശീലനാണ്. അതുപോലെ തന്നെയാണ് ഗോഡ്ലിയുടെ ഓരോ പാട്ടുകളും. ഏറെ ഇഷ്ടമുള്ള പാട്ടുകളിൽ ചിലതാണ് പറയാൻ മറന്ന പരിഭവങ്ങൾ, ഇന്നലെ മയങ്ങുമ്പോൾ. ഈ പാട്ടുകളുടെ ഇഷ്ടമായിരിക്കും ഗോഡ്ലിക്ക് വിഷാദ ഗായകൻ എന്ന ഒരു വിളിപ്പേരുമുണ്ട്. പരിഭവങ്ങൾ പറയാൻ മറന്ന് പരിഭവങ്ങൾ വിരഹാർദ്രമാ മിഴികളോർക്കേ. 2 വർഷത്തെ സംഗീത പഠനം മാത്രമാണ് ഈ കലാകാരന്റെ സംഗീതത്തിലെ പരിജ്ഞാനം. ആ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കും പേരിന്റെ അർത്ഥം കൂടുതൽ അർത്ഥവത്താകുന്നത്. ഗോഡ്ലി, ദൈവത്തിന്റെ പുത്രൻ. ഗോഡ്ലിക്ക് കലോത്സവം 3-ാം വർഷമാണ്. ഓരോ തവണയും മത്സരത്തിൽ ദൈവം ഈ മിടുക്കനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ നിരവധി റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത ജനഹൃദയങ്ങളിൽ കയറിപ്പറ്റാനും ഈ ചെറിയ കലാകാരന് സാധിച്ചു. എനിക്ക് കൂടുതലും മെലഡിയോടാണ് പിന്നെ താല്പര്യം. പിന്നെ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് തന്നെ എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുന്ന മെലഡിയാന്ന് തന്നെയാണ്. ഞാൻ പൊതുവെ ഒരു ഒതുങ്ങിയ ആളാണ്, അങ്ങനെ എല്ലാവരും പറയണേ. പിന്നെ ഞാനങ്ങനെ ഒത്തിരി അടിപൊളി പാട്ടങ്ങനെ പാടാറൊന്നുമില്ല. പിന്നെ മെലഡിയോട് പാടി ചെറുപ്പം തൊട്ട് പാടുമായിരുന്നു. പിന്നെ പാടി അതൊരു മെലഡിയായി, ശോകഗായകനായി. ഗോഡ്ലിയെ സംബന്ധിച്ച് കലോത്സവം എന്ന ഈ അരങ്ങ് അവസാന വർഷമാണ്. കാരണം ജീവിതത്തിൽ മറ്റൊരു വലിയ നേട്ടം ഈ ഗായകനെ കാത്തുനിൽക്കുന്നു. സാക്ഷാൽ ഗായകി അനുരാധ ശ്രീറാം ഈ മിടുക്കിനെ ദത്തെടുക്കുകയാണ്. തുടർന്നുള്ള സംഗീത ജീവിതത്തിനും ഭാവി ജീവിതത്തിനും താങ്ങും തണലുമായി. ഗോഡ്ലി പാടി തുടങ്ങിയിട്ടേയുള്ളൂ. ഇനിയും ഒരുപാട് ദൂരം പാടിക്കയറാനുണ്ട്. പൊന്നിൻ ചിലം പോലെ കേട്ടുണർന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലം പോലെ കേട്ടുണർന്നു. ക്യാമറാമാൻ നസ്രു ഹക്കിനോടൊപ്പം ഷഹദ് റഹ്മാൻ, ടൈം ന്യൂസ്.